നമസ്കാരം. ഋഷിപ്രോക്തം ചാനലിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. സ്ത്രീജന്മം ഭാഗ്യജന്മമാണ്. അമ്മമാർ ദൈവത്തിന് തുല്യമായിട്ടാണ് നമ്മുടെ ഭാരതീയർ പരിഗണിക്കുന്നത്. അമ്മ എന്നാൽ സ്വാർത്ഥതയില്ലാത്തവൾ എന്നാണ് അർത്ഥം. കുടുംബം, ഭർത്താവ്, ബന്ധുക്കൾ എന്നിങ്ങനെ മറ്റുള്ളവർക്കായി അധ്വാനിക്കുകയും ജീവിക്കുകയും ചെയ്യുന്ന അമ്മമാർക്ക് വേണ്ടിയാണ് ഈ വീഡിയോ ഞാൻ സമർപ്പിക്കുന്നത്. അമ്മമാരായിട്ടുള്ള അല്ലെങ്കിൽ അമ്മമാരാകാൻ പോകുന്ന എല്ലാ സ്ത്രീകൾക്കും വേണ്ടി നമുക്ക് ഈ വീഡിയോ സമർപ്പിക്കാം. ഓരോ സ്ത്രീകളുടെയും നക്ഷത്രപ്രകാരം അവരുടെ ജീവിതകാലത്തിൽ എന്തെല്ലാം കാര്യങ്ങൾ നടക്കാൻ സാധ്യതയുണ്ട്, അവരുടെ സ്വഭാവ സവിശേഷതകൾ, അവരുടെ ജീവിതത്തിലുള്ള പോരായ്മകളെയൊക്കെ മാറ്റിയെടുക്കാനുള്ള നിർദ്ദേശങ്ങൾ, അതിനുവേണ്ട പരിഹാരങ്ങൾ, എന്തെല്ലാം കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് പ്രവർത്തിച്ചാൽ ജീവിതകാലത്തിൽ ഉയർച്ചയും സന്തോഷവും സമാധാനവും ഒക്കെ ലഭിച്ചുകൊണ്ട് ജീവിതത്തെ സന്തുഷ്ടവും ഭദ്രപ്രദവും ആക്കുവാനുള്ള മാർഗങ്ങളാണ് വീഡിയോയിൽ പ്രതിപാദിക്കുന്നത്. നമുക്ക് അശ്വതി മുതൽ രേവതി വരെയുള്ള എല്ലാ നക്ഷത്രക്കാരുടെയും ഇത്തരത്തിലുള്ള വീഡിയോകൾ ചെയ്യാം. എല്ലാ സ്ത്രീകൾക്കും ഇതൊരു നല്ല അറിവായിരിക്കും. സ്ത്രീകളെ സ്നേഹിക്കുന്ന എല്ലാ പുരുഷന്മാർക്കും ഇതൊരു നല്ല അറിവായിരിക്കും. ഇപ്പോൾ നമുക്ക് മകയിരം നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകളുടെ സ്വഭാവ സവിശേഷതകളിലേക്ക് കടക്കാം. മകയിരം നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾ അവരുടെ ഊർജ്ജസ്വലതയും ഉത്സാഹവും നിറഞ്ഞ സ്വഭാവത്തിന് പേര് കേട്ടവരാണ്. മകയിരം നക്ഷത്രക്കാരുടെ ചില നല്ല സവിശേഷതകളെ ഒന്ന് പറഞ്ഞു പോകാം. ഇവരുടെ ഊർജ്ജസ്വലതയും ഉത്സാഹഭരിതത്വവും ഒക്കെ എടുത്തു പറയേണ്ടതായിട്ടുണ്ട്. മകയിരം നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾ ഊർജ്ജസ്വലരും ജീവിതത്തോട് സജീവമായിട്ടുള്ള സമീപനം പുലർത്തുന്നവരുമാണ്. ഇവരുടെ സൗന്ദര്യവും ആകർഷകത്വവും മറ്റൊരു പ്രത്യേകതയാണ്. ശാരീരിക സൗന്ദര്യവും ആളുകളെ അവരിലേക്ക് ആകർഷിക്കുന്ന ആകർഷകമായിട്ടുള്ള വ്യക്തിത്വവും മൂലം ഇവർ അനുഗ്രഹീതരാണ്. ഇവരുടെ ബുദ്ധിയും വിഭവ സമൃദ്ധിയും ഒക്കെ മറ്റൊരു പ്രത്യേകതയാണ്. മകയിര നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾ ബുദ്ധിമതികളും വിഭവ സമൃദ്ധിയും ഉള്ളവരുമാണ്. ഇത് സാമ്പത്തിക കാര്യങ്ങളും മറ്റു ഉത്തരവാദിത്ത കാര്യങ്ങളും ഫലപ്രദമായി കൈകാര്യം ചെയ്യാൻ ഇവരെ പ്രാപ്തരാക്കുന്നു. മധുരമായി സംസാരിക്കുന്നവരാണ്. ഇവർക്ക് നല്ല ആശയവിനിമയ ശേഷിയുണ്ട്. അവരുടെ മധുരവും സൗമ്യവുമായിട്ടുള്ള വാക്കുകൾ ആളുകളെ വശീകരിക്കാൻ സാധിക്കുന്നതിന് സഹായിക്കും. ഇവരുടെ സമാധാനമായിട്ടുള്ള സ്വഭാവം എടുത്തു പറയേണ്ട ഒരു പ്രത്യേകതയാണ്. മകയിര നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾ സമാധാനപരവും ശാന്തവുമായിട്ടുള്ള സ്വഭാവമുള്ളവരാണ്. ഇത് അവരുടെ ബന്ധങ്ങളിൽ ഐക്യം നിലനിർത്താൻ സഹായിക്കുന്നു. ഇനി നമുക്ക് ഇവരുടെ വിപരീത സ്വഭാവങ്ങളെ ഒന്ന് പരിശോധിക്കാം. മാനസികാവസ്ഥയിലെ മാറ്റങ്ങളാണ് ഇവർ എല്ലായ്പ്പോഴും നേരിടുന്ന വെല്ലുവിളി. ഇവർക്ക് ഇടയ്ക്കിടയ്ക്ക് മാനസികാവസ്ഥയിൽ മാറ്റങ്ങൾ അനുഭവപ്പെട്ടേക്കാം. അത് മറ്റുള്ളവർക്ക് അവരെ മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുണ്ടാക്കിയേക്കാം. മറ്റൊരു കാര്യം ഇവരുടെ ശാഠ്യമാണ്. മകയിര നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾ വളരെ ശാഠ്യക്കാരായിരിക്കും. ഇത് അവരുടെ വ്യക്തിപരവും തൊഴിൽപരവുമായിട്ടുള്ള ജീവിതത്തിൽ സംഘർഷങ്ങൾക്ക് കാരണമായേക്കാം. ഭൗതികതയും മറ്റൊരു പ്രത്യേകത തന്നെയാണ്. മകയിര നക്ഷത്രക്കാരായിട്ടുള്ള സ്ത്രീകൾക്ക് ചില ഭൗതിക സ്വത്തുക്കളോടും സമ്പത്തിനോടുമുള്ള ശക്തമായ ആഗ്രഹം ഉണ്ടായിരിക്കാം. ഇത് ഇവരുടെ തീരുമാനങ്ങളെയും മുൻഗണനകളെയും സ്വാധീനിക്കാം. ഇവർക്ക് വാദിക്കാനും അഭിപ്രായങ്ങൾ തുറന്നു പറയാനും അത് പ്രകടിപ്പിക്കുന്നതിനും പ്രവണത ഉണ്ടാകും. അത് ചിലപ്പോൾ മറ്റുള്ളവരുമായി അഭിപ്രായ വ്യത്യാസങ്ങൾക്ക് കാരണവുമാകാറുണ്ട്. ഇവരുടെ തൊഴിലും ജീവിതപാതയും നമുക്കൊന്ന് പരിശോധിക്കാം. സൃഷ്ടിപരമായിട്ടുള്ള മേഖലകളാണ് ആദ്യം പറയേണ്ടത്. മകയിര നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾ സംഗീതം, കല, എഴുത്ത് തുടങ്ങിയ സൃഷ്ടിപരമായിട്ടുള്ള മേഖലകളിൽ കഴിവ് പുലർത്താൻ കഴിയുന്നവരാണ്. അവിടെ അവരുടെ ഭാവനയും കഴിവും പ്രകാശിക്കുന്നതാണ്. ഗവേഷണം, ശാസ്ത്രം അല്ലെങ്കിൽ സാങ്കേതിക വിദ്യ എന്നിവയിലെ കരിയറുകളിലേക്ക് ഇവർ ആകർഷിക്കപ്പെട്ടേക്കാം. അവിടെ അവരുടെ വിശകലന കഴിവുകളും ജിജ്ഞാസയും ഇവർക്ക് പ്രയോജനപ്പെടുത്താൻ സാധിക്കുന്നതാണ്. ഇവരുടെ നല്ല ആശയവിനിമയ കഴിവുകൾ ഉപയോഗിച്ച് പൊതുപ്രസംഗം, അധ്യാപനം അല്ലെങ്കിൽ കൗൺസിലിംഗ് എന്നിവ ഉൾപ്പെടുന്ന റോളുകൾക്ക് ഇവർ മികവ് പുലർത്താൻ സാധിക്കും. നമുക്കിനി ഇവരുടെ ബന്ധങ്ങളെ ഒന്ന് ചിന്തിക്കാം. ഇവർ വിശ്വസ്തരും പിന്തുണയ്ക്കുന്നവരുമാണ്. മകയിര നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾ വിശ്വസ്തരും പിന്തുണയ്ക്കുന്നവരുമായ പങ്കാളിയായി അറിയപ്പെടുന്നു. പ്രിയപ്പെട്ടവരുമായിട്ടുള്ള ആഴത്തിലുള്ള വൈകാരിക ബന്ധങ്ങളെ ഇവർ വിലമതിക്കുന്നുണ്ട്. ഇവരുടെ ബൗദ്ധികമായിട്ടുള്ള ബന്ധമാണ് മറ്റൊരു പ്രത്യേകത. ഇവരുടെ ബന്ധങ്ങളിൽ ബൗദ്ധിക ഉത്തേജനവും അർത്ഥവത്തായ സംഭാഷണങ്ങളും ഇവർ തേടുന്നു. വൈകാരികമായിട്ടുള്ള തീവ്രതയാണ് മറ്റൊരു പ്രത്യേകത. മകയിര നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾക്ക് അവരുടെ ബന്ധങ്ങളിൽ തീവ്രമായിട്ടുള്ള വികാരങ്ങൾ അനുഭവപ്പെട്ടേക്കാം. അത് ചിലപ്പോൾ സംഘർഷങ്ങളിലേക്കോ തെറ്റിദ്ധാരണകളിലേക്കോ നയിച്ചേക്കാം. ഓം ശ്വേതവർണ്ണയിച്ച വിദ്മഹേ ശൂലഹസ്തായ ച ധീമഹി തന്നോ മഹേശ്വരി പ്രചോദയാത് എന്ന ഗായത്രി മന്ത്രത്തെ മകയിര നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾ നിത്യം ജപിക്കുക. സർവമംഗളങ്ങളും ഭവിച്ച് വീട്ടിൽ ഐശ്വര്യം ഉണ്ടാകുന്നതാണ്. എല്ലാ മകയിര നക്ഷത്രക്കാർക്കും നല്ലൊരു ജീവിതം ആശംസിക്കുന്നു. 27 നക്ഷത്രക്കാരുടെയും അറിയേണ്ടതെല്ലാം എന്നുള്ള
വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. 27 നക്ഷത്രക്കാരും കാണേണ്ട വീഡിയോ തന്നെയാണ് അത്. ഓരോ നക്ഷത്രക്കാരെ കുറിച്ചും ഇതുവരെ ആരും പറയാത്ത കഥകൾ എന്ന എന്റെ വീഡിയോ കാണുക. 2 ഭാഗങ്ങളിലായിട്ടാണ് ഓരോ നക്ഷത്രക്കാരെയും ഞാൻ വീഡിയോയിലൂടെ അവതരിപ്പിച്ചിട്ടുള്ളത്. അത് നിങ്ങൾക്ക് വിലപ്പെട്ട അറിവുകൾ നൽകും. വീഡിയോയുടെ ലിങ്ക് എന്റെ സ്ക്രീനിലും കാർഡ് രൂപത്തിലും കൂടാതെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും നൽകിയിട്ടുണ്ട്. ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് വീഡിയോ കാണാവുന്നതാണ്. നിങ്ങളുടെ നക്ഷത്രത്തെ കൂടുതലായി അറിഞ്ഞിരിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമന്റ് ആയിട്ട് അറിയിക്കുക. ഇനിയും ഇതുപോലുള്ള നല്ല നല്ല വിഷയങ്ങളുമായി നമുക്ക് തുടർന്ന് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം, ശുഭദിനം.